ഇവിടുത്തെ നിയമപരമായിട്ട് ഒരാള് കൈക്കൂലി വാങ്ങാൻ പാടില്ല അല്ലേ? ശിക്ഷിക്കാം. ഇവിടെ കൈക്കൂലി വാങ്ങുന്നില്ലേ? ഇല്ലേ? പറയാൻ പറ്റുമോ? അറിയില്ലെന്ന്. കൈക്കൂലി വാങ്ങുന്നവർ കൂടുതലാണ്. ശിക്ഷിക്കാൻ വേണമെങ്കിൽ ഒരാളെ പിടിച്ചാലും തന്നെ ചില ശിക്ഷകൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൽ പറയേണ്ടതല്ലേ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടത്. നമ്മളൊരു കലാസൃഷ്ടി ഉണ്ടാക്കുമ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആക്കിയല്ല, കണ്ടിരിക്കാൻ മൂടായിരിക്കണം. അത് എപ്പോഴുള്ള കഥയാണ്. ഇപ്പൊ പ്രമേയുഗാഥ അന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ പറയേണ്ട കഥയാണോ എന്ന് പറയുക ആരെങ്കിലും? അങ്ങനെ പറഞ്ഞ ഒരാൾ തന്നെ വന്ന് ഞാൻ കണ്ടായിരുന്നത്. അത് ആരാന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു റിവ്യൂ പറയുന്ന ഒരാളാണ്. ഞാൻ അത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അയാൾ പറഞ്ഞു തുടങ്ങിയിട്ട് ഈ പടത്തിനെ കുറിച്ച് ഒരു പ്രേക്ഷകൻ പറഞ്ഞു തന്നിട്ട് കാണിച്ചു പ്രമേയത്തിനെ കുറിച്ച്. ഞാൻ കണ്ടു പടം കണ്ടിട്ട് ആകെ ഞാൻ 10-15 മിനിറ്റ് തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. 10-15-20 മിനിറ്റ് ഞാൻ ഉറങ്ങിപ്പോയി. അയാൾ പറഞ്ഞ സ്റ്റൈലാണത്. എന്നിട്ട് അയാൾ വേറൊരു സൂപ്പർ സ്റ്റാറിൻ്റെ ഇന്ന് മൊമെന്റ് മേടിക്കുന്ന ഒരു ഫോട്ടോയും അവിടെ കാണിച്ചു. നിങ്ങൾ കണ്ടു കാണും ചിലപ്പോൾ കണ്ടറിയാം നിങ്ങളാണ് അല്ലല്ല വേറെ അതും കാണിച്ചു. എന്നിട്ട് പിന്നെ വിട്ടു പറഞ്ഞു പക്ഷേ ക്യാമറ ഗംഭീരമായിട്ട് നല്ല മേക്കിംഗ് ആണ്. ഈ 15 മിനിറ്റിന് ഉറങ്ങിയ ആൾ ഈ 2-10 മിനിറ്റ് സിനിമ എങ്ങനെ കണ്ടു? മേക്കിംഗ് ഗംഭീരമാണ് അല്ല, നല്ല ക്യാമറയാണെന്നൊക്കെ പറയാൻ. അപ്പൊ എന്തും പറയാന്നുള്ളതാണ്. ഇപ്പൊ ഈ ഉറുമ്പിന്റെ സ്വഭാവം എന്താണ്? ഉറുമ്പിനെ വേണ്ടി നമ്മുടെ കാര്യത്തിൽ അത് കടിക്കും അല്ലേ? അത് ഉറുമ്പിന്റെ സ്വഭാവമാണ്, കുറ്റം പറയാൻ പറ്റില്ല. അത് നമ്മൾ വെള്ളത്തിൽ കിടക്കണേ കൈയിട്ട് നമ്മളിങ്ങനെ പൊക്കിയെടുത്ത് കരപ്പലിട്ട് കയറി വരുന്ന സമയത്ത് നമ്മൾ കടിയടിച്ചിട്ടേ പോകുള്ളൂ. അങ്ങനെ ചില റിവ്യൂസ് പറയുന്ന ആൾക്കാരാണത്. അവർ പറഞ്ഞോട്ടെ എന്നെ നേരാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവർ പറഞ്ഞിട്ട് അത് പറഞ്ഞാൽ സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ പറ്റില്ല. കണ്ണാടി നോക്കി സ്വന്തം രൂപം കണ്ടാൽ തന്നെ ദേഷ്യപ്പെടുന്ന ആൾക്കാരെ അവരൊക്കെ. അതാണ്, അത് സൃഷ്ടിയാണ്. അങ്ങനെ അതാരും കുറ്റം പറയാൻ പറ്റില്ല. ഒന്നുമില്ല, ഒറ്റ കാര്യം കൂടെ. മഞ്ഞുമൽ ബോയ്സ് സിനിമ ഇറങ്ങിയിട്ട് ഞാനൊരു റിവ്യൂ കണ്ടു. ഖാലിദ് റഹ്മാൻ പുള്ളിനെ ഒരു ഡ്രൈവർ ചേട്ടൻ ലെജൻഡാണ്. പുള്ളിനൊക്കെ ലെജൻഡായിട്ട് കാണുന്ന ആളാണ്. എന്നിട്ട് പുള്ളിനൊക്കെ ഒരു ഡ്രൈവർ ചേട്ടൻ എന്ന് പറയുമ്പോൾ സിനിമയുടെ ഒരു കാര്യങ്ങൾ അറിയാണ്ട് വെറുതെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. റിവ്യൂ പറഞ്ഞോട്ടെ. അവര് നമ്മള് സിനിമ റിലീസാക്കുന്നത് തിയേറ്ററിലാണ്, യൂട്യൂബിനകത്തല്ല. അപ്പം യൂട്യൂബിനകത്ത് റിലീസായി ഈ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തും പറയാന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ അവര് പറയണം, അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം അവർ പറഞ്ഞോട്ടെ. പക്ഷെ ഇതും കൂടെ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ഒരുപാട് ഞാൻ പറഞ്ഞു, ഞാൻ 21ാമത്തെ വയസ്സ് തുടങ്ങിയ പരിപാടിയാണ്. 24 വയസ്സായി. വെറുതെ എന്തെങ്കിലും പറയണേക്കാളും ബെറ്റർ പോസിറ്റീവായിട്ട് പറയാന്നുള്ളതാണ്. നിങ്ങളൊക്കെ പോസിറ്റീവായിട്ടല്ലേ. എനിക്ക് ഒരുപാട് മീഡിയ ടീം എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും നമ്മുടെ PR ടീം എല്ലാവരും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ട് സന്തോഷമുണ്ട്. അപ്പം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കാം. മലയാളത്തിന്റെ പൂക്കാലാണ്. ആ പൂക്കാലം ഒന്നും കൂടെ പൂത്താലേ നമ്മുടെ മലയാള സിനിമ ഇനിയും മുന്നോട്ട് പോവുള്ളൂ. അതേപോലെ ഏറ്റവും യങ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇനി ഇൻസ്പിറേഷൻ